ഞാനിന്ന് ഒരു പൊതിച്ചോറ് വാങ്ങിക്കാനായിട്ട് വന്നാണേ. എന്താ ചേച്ചിയുടെ അടുക്കല്ലേ സാമ്പാറുണ്ട്, എന്താ പച്ചടിയുണ്ട്, പുളിശ്ശേരിയുണ്ട്, തോരനുണ്ട്, അവിയലുണ്ട്, മീൻകറിയുണ്ട്, അച്ചാറുണ്ട്, എല്ലാം ഉണ്ട്. ചേച്ചി ഇവിടെ പൊതിച്ചോറാണ് കൂടുതലും പോകുന്നത്, പാഴ്സൽ കേട്ടോ. പണിക്കാരൊക്കെ ഇവിടെ വന്ന് കഴിക്കുന്നവരുണ്ട്. ചേച്ചി ഊണൊക്കെ പോകുന്നുണ്ട് ചേച്ചി? ആ, ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ഓർഡർ ഉണ്ട്. ചേച്ചി ഒരു ജോലിക്കാര് പോലും സ്വയം ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇതെല്ലാം നല്ല ടേസ്റ്റ് ആയ ഫുഡാണ്. ഇത് റാന്നിയിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോകുന്ന വഴിക്ക് വെള്ളയിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വീട്ടിലൂടെന്ന് എഴുതിയിരിക്കുന്ന കണ്ടോണ്ട് ഞാനിവിടെ വന്ന് കയറി. ഈ ചേച്ചിയെ എനിക്ക് നല്ല പരിചയമാണ്. ഈ ചേച്ചി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് ചുമ്മാ നേരം പോക്കിനല്ല, ചേച്ചിയുടെ ഒരു ജീവിതമാർഗവും കൂടെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാന്ന് പറയുന്നത് കേട്ടോണ്ടാണ് ഇവിടെ ഊണ് മേടിക്കാൻ ഞാൻ വന്നത്. ഒരു പൊതി ചോറ് എടുത്താൽ പൊങ്ങത്തില്ല. ഇങ്ങനൊന്നും കൊടുക്കല്ലേ, മുതലാകത്തില്ല. എന്റെ കറികളൊക്കെ മനുഷ്യന്റെ വയറ് നിറച്ച് വിടുക എന്നുള്ളതാണ് ചേച്ചി. പിന്നെ ഒരു പ്രത്യേകതയുണ്ട് ചേച്ചിക്ക്. 5-8 പണിക്കാരൊക്കെ ഇങ്ങനെ വന്നാലേ ചേച്ചി മേശപ്പുറത്ത് അങ്ങ് വിളമ്പി വെക്കുവോ, അവരാണ് വിളമ്പി കഴിക്കുന്നത്. ചേച്ചി തന്നെ ഉള്ളത് കൊണ്ടേ സപ്ലയർ ഒന്നും ഇല്ല. അപ്പൊ ചേച്ചി എന്താ ചെയ്യുന്നറിയാവോ, ഭക്ഷണം വിളമ്പി മേശപ്പുറത്ത് അങ്ങ് വെക്കും. അപ്പൊ അവരുടെ ആവശ്യത്തിന് അവരെടുത്ത് കഴിച്ചോളും. ഇത്രയും നല്ലൊരു ഹോട്ടലിൽ നടത്തുന്ന ചേച്ചി, ഇത്ര നല്ല വിശാല ഹൃദയമുള്ളൊരു ചേച്ചി. ഓരോ സ്ഥലത്തൊക്കെ ചെന്നാൽ നമ്മുടെ ഇഷ്ടാനുസരണം ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. നല്ലൊരു കാര്യമാണ്, ചേച്ചിയുടെ ജീവിതമാർഗമാണല്ലോ. ചേച്ചി നന്നായിട്ട് വരട്ടെ. എനിക്കൊരു ഊണും തന്നു. നമ്മുടെ പൈസ ഇങ്ങ് കൊടുക്കാം നമുക്ക്. ഊണുകാരുടെ സമയമായി, തിരക്കായി. ഞാൻ ഏതായാലും ഒരു ഊണ് വാങ്ങിച്ചു. പാഴ്സലുകാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കണ്ടതിൽ സന്തോഷം. എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയാണ്. ചേച്ചി നന്നായി വരട്ടെ. സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. എൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും പല കമൻറ്റും ചെയ്യുന്നുണ്ട്. എനിക്കതൊന്നും വിഷയമൊന്നുമല്ല. ഞാനത് വായിച്ചു പോലും നോക്കാറില്ല. പല കമൻറ്റും ഇടുന്നുണ്ട്. അതൊന്നും നമുക്ക് വിഷയമല്ല. എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഓടുക, ഇതെൻ്റെ ഒരു ഹോബിയായിട്ട് ഞാൻ കണക്കാക്കിയിരിക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ പ്രസ്ഥാനത്തെക്കുറിച്ചോ നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തെക്കുറിച്ചോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉള്ള ഒരു ഇതേക്കുറിച്ച് നമുക്കൊരു പരസ്യം ചെയ്യണമെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങൾ വന്നത് ചെയ്തു തരാം. ഓക്കെ. ഞാൻ ഇതിനൊരു പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടൊന്നും അല്ല ചെയ്യുന്നത്. പലരും ചോദിക്കുന്നു സമ്പന്നരായോ എന്ന്. അങ്ങനെയൊന്നുമല്ല. എൻ്റെ ഫേസ്ബുക്ക് ചാനലിൽ